Once again, welcome back to my channel. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളും അതിനോട് അനുബന്ധിച്ചുള്ള പ്രൊജക്റ്റുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ടെക്നോളജിയുടെ പ്രൊഡക്റ്റുകളും മെറ്റാവേഴ്സയും അതുപോലെ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടൊക്കെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് BT Cashൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെല്ലാവരും ക്രിപ്റ്റോ കറൻസി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട്, എയർ ഡ്രോപ്സുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ വാലറ്റുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ട്രാൻസാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കുറേ പ്രിക്കോഷൻസ് നമുക്കുണ്ട്. അത് ഞാൻ പല വീഡിയോസിലും ഇല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് കീ ആണെങ്കിലും 12 നമ്മുടെ ഫ്രേസ് കീ ആണെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കസ്റ്റോഡിക്കൽ വാലറ്റും നോൺ കസ്റ്റോഡിക്കൽ വാലറ്റും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്നത് പോലെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് കസ്റ്റോഡിക്കൽ വാലറ്റും നോൺ കസ്റ്റോഡിക്കൽ വാലറ്റും. കസ്റ്റോഡിക്കൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും അതിൻ്റെ ഫുൾ ആക്സസ് കൺട്രോൾ അവൻ്റെ കയ്യിലും ഉണ്ടാവും, നമ്മുടെ കയ്യിലും ഉണ്ടാവും. അതായത് നമ്മൾ ഒരു കസ്റ്റോഡിക്കൽ വാലറ്റിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്താൽ തന്നെയും അതിൻ്റെ ഓതർ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മൂന്നാമതൊരാൾ ഉണ്ടായിരിക്കും എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത് തന്നെയാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാലും. ഓക്കെ, എന്നാൽ നോൺ കസ്റ്റോഡിക്കൽ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ആക്സസ് കൺട്രോൾ നമ്മുടെ അസറ്റിൻ്റെ ആണെങ്കിലും മറ്റുള്ള എല്ലാ ആക്സസ് കൺട്രോളും നമ്മുടെ കയ്യിലായിരിക്കും. അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് കീ രൂപത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ 12 ഫ്രേസ് അടങ്ങുന്ന ഒരു ലെറ്റേഴ്സ് ആയിട്ടായിരിക്കാം, അങ്ങനെ പലതരത്തിലാകാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിലൂടെ അല്ലാതെ മറ്റുള്ള ഒരു വ്യക്തിക്ക് അതൊരിക്കലും ലൂട്ട് ചെയ്യാൻ സാധിക്കില്ല, അതായത് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാനിതിവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴത്ത് വന്നിരിക്കുന്ന മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് ഇത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് വീഡിയോ. I have a quick question. I have a SafeWall wallet with USDT and I have the seed price. എന്നിട്ട് അവിടെ സീഡ് പ്രൈസ് 12 സീഡ് പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ ട്രാൻസ്ഫർ ദം ടു ബിനാൻസ്? അയാളൊരു ഹെൽപ്പിന് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു SafeWallൻ്റെ USDT ഉള്ള ഒരു വാലറ്റ് ഉണ്ട്. അത് ബിനാൻസിലേക്ക് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് ഈ നമ്മുടെ വാലറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഈ ഒരു 12 വേർഡ് ഏത് വാലറ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താലും ആ വ്യക്തിയുടെ വാലറ്റ് നമ്മുടെ വാലറ്റിൽ കണക്റ്റ് ആവും, അല്ലെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പോകുമ്പോൾ ആ വാലറ്റിലുള്ള ഫണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ, കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 12 കീവേഡ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫുൾ ആക്സസ് കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന അവരുടെ സീക്രട്ട് വേർഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അറിയാവുന്ന വ്യക്തികൾ ചിലപ്പോൾ ഈ 12 കീവേഡ് അവരുടെ വാലറ്റിൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കിയേക്കാം. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഈ പറയുന്ന സത്യമാണോ ഇല്ലെങ്കിൽ അതിനകത്ത് ഫണ്ടുണ്ടോ എന്നൊക്കെ. നമുക്കെന്താ മലയാളീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തും അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവും. അപ്പം അത് കാരണം തന്നെ നമ്മൾ ഈ 12 കീവേഡ് നമ്മുടെ പ്രധാനപ്പെട്ട വാലറ്റുകളിൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ വാലറ്റിൽ കിടക്കുന്ന ഫണ്ടുകൾ കംപ്ലീറ്റും ആ പുള്ളിക്കാരൻ
ലൂട്ട് ചെയ്തുകൊണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പല രീതിയിലുള്ള മെസ്സേജുകൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ മാത്രമല്ല, നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന പല വീഡിയോ കണ്ടൻറ്റുകളുടെയും താഴത്ത് കമൻറ്റ് ബോക്സിൽ ഈ തരത്തിലുള്ള പല രീതിയിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള പ്രൈവറ്റ് കീ ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള 12 ഫ്രൈസ് ആണെങ്കിലും നിങ്ങൾ ആരെയും അത് ഷോ ചെയ്യാനോ ആർക്കും ഷെയർ ചെയ്യാനോ മറ്റുള്ളവരുടെ പ്രൈവറ്റ് കീ നിങ്ങളുടെ വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഓക്കെ, ഇത് ഞാൻ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം. ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ പല തവണ ഞാൻ നിങ്ങൾക്ക് അവയർനെസ് തന്നിട്ടുള്ളതാണ്. എന്നിരുന്നിട്ടും എനിക്ക് പറ്റിയ ഒരു ചെറിയൊരു അബദ്ധമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരബദ്ധം എനിക്കും പറ്റും, ഈ അറിയുന്ന ആൾക്കാർക്കും അബദ്ധം പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ പ്രധാന കണ്ടൻറ്റിന് മുമ്പ് നിങ്ങൾക്കൊരു അവയർനെസ് തരാമെന്ന് വെച്ചത്. കാരണം ആർക്കും അബദ്ധം പറ്റും. ആ ഒരു ചെറിയൊരു അബദ്ധം കാരണം എൻ്റെ കയ്യിൽ നിന്നും ഒരു ഏകദേശം $100 വർത്തുള്ള സാധനങ്ങൾ മിസ്സായി, അതായത് ഹാക്ക് ചെയ്യപ്പെട്ടു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത BLD നമുക്ക് എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ്. അതിൽ ഞാൻ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് വാലറ്റ്, ലവ് വാലറ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരൊറ്റ കീയാണ്. ഞാൻ ലവ് വാലറ്റിൽ നിന്നും അത് കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ അതിനകത്ത് ആദ്യം കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ലവ് വാലറ്റിൽ നിന്നും കോപ്പി ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രൈവറ്റ് കീ. എന്നാൽ നമ്മുടെ BLD ആപ്പിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്ന സമയം ഒരു 2-3 സെക്കൻഡ് നേരം അത് അവിടെ ഷോ ആയി കാണിച്ചു. അതായത് ഞാൻ ഹൈഡ് ചെയ്യാൻ വിട്ടുപോയി. ജോലി തിരക്കിൻ്റെ കാരണം കൊണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിരവധി തവണ എന്നോട് ചോദിച്ചു, BLD എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം, അതിൻ്റെ പുതിയ അപ്ഡേഷനെക്കുറിച്ച് വീഡിയോ എടുക്കുന്നില്ലേ. അപ്പോൾ 2-3 ദിവസമായിട്ട് എടുത്ത വീഡിയോസാണത്. നമ്മുടെ ജോലി തിരക്ക് കാരണം അത് ഒന്ന് പോളിഷ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയമെടുത്തു. അത് ഞാൻ കാറിലിരുന്നു കൊണ്ടാണ് ആ വോയിസ് കൊടുത്തു അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ അശ്രദ്ധ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 2-3 സെക്കൻഡ് മാത്രമേ ആ പ്രൈവറ്റ് കീ അവിടെ ഷോ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഹാക്ക് ചെയ്യണം എന്ന് ശപഥമെടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫണ്ടുകൾ ലൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർ അത് സ്ക്രീൻഷോട്ട് എടുത്തു, അത് കുത്തിയിരുന്നു, അത്രയും ടൈപ്പ് ചെയ്ത് അവരുടെ വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫുൾ കൺട്രോളും ആ വ്യക്തിക്കും കൂടെ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രസ്റ്റ് വാലറ്റിലുണ്ടായിരുന്ന 58 USDT, അതേപോലെ തന്നെ BNB, BLD ആപ്പിൽ എനിക്ക് കിട്ടിയ റിവാർഡ്, സ്റ്റേക്കിംഗ് റിവാർഡായി കിട്ടിയ BLD ടോക്കൺ, BFSI ടോക്കൺ, ഗ്യാസ് ഫീസായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത BFSI ടോക്കൺ, പിന്നെ യുബിറ്റ് കോയിൻ, യൂണിറ്റ് മെറ്റ കോയിൻ, പിന്നെ USC ടോക്കൺ, ഈ തരത്തിൽ അടങ്ങുന്ന ഒരു $100 വർത്തുള്ള സാധനങ്ങളാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഹാക്ക് ചെയ്ത ആടെ നമുക്ക് റിസീവർ അഡ്രസ്സ് ഇവിടെ കാണാം. 8348 എന്ന് പറഞ്ഞ ഈ കാണുന്ന റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞ ഈ കാണുന്ന അഡ്രസ്സിലേക്കാണ് ഈ അഡ്രസ്സിൻ്റെ ഉടമയാണ് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് ബ്ലോക്ക് ചെയിനിലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ഇതിൽ നിന്നും ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, നമ്പർ എഴുതിയെടുത്തു, ഇമ്പോർട്ട് ചെയ്ത് ഹാക്ക് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നമുക്കിനി നമ്മുടെ യഥാർത്ഥ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. BT Cashൻ്റെ പുതിയ അപ്ഡേഷനാണ് BT Cash പേ വാലറ്റ്
50-50 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബി ടി ക്യാഷിൻ്റെ പേ വാലറ്റിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ അത് പേ വാലറ്റിലേക്കാണ് വന്ന് കിടക്കുക. കാരണം ബി ടി ക്യാഷിൽ നമുക്ക് ബി ടി പേ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ട് മാത്രം ബി ടി ക്യാഷിൻ്റെ അല്ലെങ്കിൽ ബി ടി മെറ്റയുടെ ട്രേഡിംഗ് വോളിയം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് 50% നമ്മുടെ ട്രൈഡഡ് ടോക്കണും 50% ബി ടി ക്യാഷ് പേയിൽ നിന്നുമുള്ള ടോക്കണും ഉപയോഗിച്ച് കൊണ്ട് വേണം നമുക്ക് ഇനി മുതൽ പുതിയ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അപ്ഡേഷനിലേക്ക് ബി ടി ക്യാഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡസ്ട്രി എത്തിച്ചേർന്നത്. കാരണം നമുക്കറിയാം ബി ടി മെറ്റ എന്ന് പറഞ്ഞ ആ കോയിൻ്റെ ഓൾ ടൈം ഹൈ ആയ 3 രൂപയ്ക്ക് മുകളിൽ അത് എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ ആദ്യ പടിയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബി ടി ക്യാഷിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അങ്ങോട്ടേക്ക് ബി ടി പേ ഉപയോഗിച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു 10,000 കോയിനാണ് അയക്കുന്നതെങ്കിൽ ആ കോയിന് എഗൻസ്റ്റ് ആയിട്ട് 10,000 ടോക്കൺ നമ്മൾ ട്രൈഡ് ചെയ്ത് കോയിൻ സ്റ്റോറിൽ നിന്നോ കോയിൻ പാർക്കിൽ നിന്നോ ട്രൈഡ് ചെയ്തെടുക്കുന്ന ടോക്കണും ഉപയോഗിച്ചുകൊണ്ട് 10,000 + 10,000 20,000 നമുക്കവിടെ സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് 10,000 നമുക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടതെങ്കിൽ 5,000 നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ബി ടി ക്യാഷ് പേ ഉപയോഗിച്ച് വാങ്ങാം. 5,000 ടോക്കൺ ട്രൈഡഡ് ടോക്കണും കൂടെ വേണം. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബി ടി ക്യാഷ് നമ്മൾ ബി ടി മെറ്റ തുറക്കുന്ന സമയം നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇത് പുതിയൊരു ഐ ഡി അല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഐ ഡി തന്നെയാണ്. പുള്ളി ഒരു 10,000 ഒരു ഇതും കൂടെ സ്ലോട്ടും കൂടെ മൂപ്പര് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 3,500 ടോക്കൺ നമ്മളിവിടുന്ന് ബി ടി ക്യാഷ് പേയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഞാൻ ആ പുള്ളിക്ക് അയച്ചു കൊടുത്തതാണ് 3,500 ബി ടി മെറ്റ. ആ പുള്ളി ട്രൈഡ് ചെയ്തെടുത്തത് 6,567 അതായത് കോയിൻ സ്റ്റോറിൽ നിന്നും ട്രൈഡ് ചെയ്തെടുത്തത് 6,567 ടോക്കണാണ്. ആ ടോക്കൺ നമ്മൾ നമ്മുടെ ബി ടി മെറ്റയിലേക്ക് കൊണ്ടുവരുന്ന സമയം അത് ഡിപ്പോസിറ്റ് വാലറ്റിലായിരിക്കും കാണിക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ ഡിപ്പോസിറ്റ് വാലറ്റിൽ 6,567 ടോക്കൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 6,500 ടോക്കൻ്റെ കൂടെ 6,000 കൂടെ നമ്മൾ ബി ടി ക്യാഷ് പേയിലിട്ടാൽ 12,000 ആവും. 12,000 സ്ലോട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 6,567 + 3,500, അപ്പം 6,500 3,500 10,000 സ്ലോട്ട്. ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എപ്പോഴും ബി ടി ക്യാഷ് പേയിലുള്ള വാലറ്റിനെക്കാട്ടിയും കുറച്ച് ഒരു പടി മുന്നിലായിരിക്കണം ഡിപ്പോസിറ്റ് വാലറ്റിൽ. അതായത് ട്രൈഡഡ് ടോക്കൺ നമ്മളിവിടെ നമ്മുടെ സ്റ്റേക്കിംഗ് എടുത്തു. ഇവിടെ നമുക്ക് കാണാം നമ്മൾ സാധാരണ സ്റ്റേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡിപ്പോസിറ്റ് വാലറ്റിൽ 6,500 സംതിങ് ഉണ്ട്. ബി ടി ക്യാഷ് പേ വാലറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3,500. അപ്പോൾ ഇവിടെയല്ല നമ്മളിപ്പം 10,000 ഇപ്പം ഞാൻ അടിച്ച് കാണിച്ചു തരാം. 10,000 ഞാനിവിടെ അടിക്കുന്നു, എന്നിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അതാകത്തില്ല. എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുന്നത് ഇവിടെയാണ്. ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ അടിക്കേണ്ടത് 3,500 നമ്മുടെ ബി ടി ക്യാഷ് പേ വാലറ്റിൽ എത്രയാണോ ഉള്ളത് അതാണ് ഇവിടെ അടിക്കേണ്ടത്. 3,500 നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിപ്പോസിറ്റ് വാലറ്റിൽ ബാക്കിയുള്ളതും കൂടെ എടുത്തുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി സ്റ്റേക്കിംഗ് ആവും. കണ്ടോ, പ്ലാൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ AI അപ്ഡേഷനിൽ, അതായത് പുതിയതായി വന്നിരിക്കുന്ന ബി ടി ക്യാഷിൻ്റെ AI പ്ലാറ്റ്ഫോമിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുക. ബി ടി ക്യാഷ് പേ വാലറ്റിൽ നിന്നും ഫണ്ട് എടുത്തു ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സെറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമുക്കത് സ്റ്റേക്കിംഗ് ആയോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റേക്കിംഗ് റിവാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്നത്തെ ഡേറ്റിന് 10,000 കോയിൻ അവിടെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 1/10 അത് ചെയ്തത്. അത് 10-ാം തീയതിയാണ് ചെയ്തത്. അതായത് ഇന്നലെയാണ് ഞാൻ ചെയ്തത്, വീഡിയോ എടുത്തത്. അപ്പം അത് ഇന്നലത്തെ ഡേറ്റിൽ നമുക്കവിടെ ഷോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ആ ഒരു സ്ലോട്ടായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രകാരമാണ് നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ ബി ടി ക്യാഷ് മുഖേന വാങ്ങിച്ച കോയിനും നമ്മൾ ട്രൈഡഡ് ടോക്കണും ഉപയോഗിച്ച് കൊണ്ട് സ്റ്റേക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പോസിറ്റ് വാലറ്റിലൊക്കെ കുറച്ച് കോയിൻസ് കിടപ്പുണ്ടാവാം.
നിങ്ങൾ ഡിപ്പോസിറ്റ് വാലറ്റിൽ ചിലപ്പം 5000 ചിലപ്പോൾ അല്ലെങ്കിൽ 3000 മുമ്പ് കിടന്നിരുന്ന, അതായത് നമ്മുടെ BT Cash വാലറ്റ് AI മൈഗ്രേറ്റ് ആയി വരുന്നതിന് മുമ്പ് കിടന്നിരുന്ന കുറച്ച് കോയിൻസ് ഉണ്ടാവാം. അത് നമുക്ക് ഇപ്രകാരം നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും BT Cash പേ ഉപയോഗിച്ച് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് 10,000ൻ്റെ സ്ലോട്ട് നമുക്ക് എടുത്ത് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ യഥാസമയം എത്തുകയുള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.